ഹലോ ആർമീസ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ BTS മെമ്പേഴ്സായ RM, V, ഷുഗ, ജങ്കുക്, ജെഹോപ്പ് എന്നിവരുടെ പാസ്റ്റ് ലവിനെ കുറിച്ചാണ്. BTS ഡെബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഹൈസ്കൂളിലുണ്ടായ റിലേഷൻഷിപ്പാണ് എല്ലാം. ഇതൊരു ഫൺ വീഡിയോ ആയി കണ്ടാൽ മതി, കാരണം BTS മെമ്പേഴ്സും ഇത് ഫൺ ആയാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇവർ പറയുന്നത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതിവർ ഇന്റർവ്യൂ, സ്പെഷ്യൽ ഷോയിലൊക്കെ വന്നപ്പോൾ പറഞ്ഞ സ്റ്റോറീസ് ആണ്. നമുക്ക് എന്തായാലും ഇവരുടെ സ്റ്റോറീസ് എന്താണെന്ന് നോക്കാം. മോസ്റ്റ്ലി എല്ലാം ഫൺ എക്സ്പീരിയൻസ് സ്റ്റോറീസ് ആണ്, ചിലത് മാത്രമാണ് സാഡ്. ഇതെല്ലാം സീരിയസ് അല്ലാത്ത ഡെബ്യൂട്ടിന് മുമ്പുള്ള ഇവരുടെ ഹൈസ്കൂളിൽ നടന്ന പാസ്റ്റ് ലവ് സ്റ്റോറീസ് ആണ്. ഫസ്റ്റ് നമുക്ക് ജങ്കുക്കിൽ തുടങ്ങാം. ജങ്കുക്കിന്റെ പാസ്റ്റ് ഡേറ്റിംഗ് ലൈഫിനെ കുറിച്ച് ഓപ്പൺ അപ്പ് ആയി പറഞ്ഞത് BTSന്റെ വെറൈറ്റി ഷോ ആയ അമേരിക്കൻ ഹസ്റ്റിൽ ലൈഫിലാണ്. ഇത് എലിമെന്ററി സ്കൂളിൽ വെച്ച് നടന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് കേട്ടിട്ട് തോന്നിയത് ജങ്കുക്കിന്റെ കഥയാണ്. ജങ്കുക്കിന് എലിമെന്ററി സ്കൂളിൽ വെച്ച് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ജങ്കുക്ക് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻഡ് ചെയ്തത്. ജങ്കുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് ഡേറ്റിനൊന്നും പോകുന്നത് ഇഷ്ടമല്ല. ഞാൻ അന്ന് എങ്ങായിരുന്നു, അതൊരു റിലേഷൻഷിപ്പായി കൂട്ടാമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ജങ്കുക്ക് പറഞ്ഞത്, എലിമെന്ററി സ്കൂൾ പിള്ളേരൊക്കെ ഡേറ്റ് ചെയ്യില്ലേ, അതുപോലെയായിരുന്നു. കിഡ്സ് ഡേറ്റ് ചെയ്യുവാന്ന് പറയും, ബട്ട് മീറ്റ് ചെയ്യാനൊന്നും തീരെ താല്പര്യം കാണില്ല. എനിക്ക് പ്രത്യേകിച്ച് ഡേറ്റിന് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗേൾഫ്രണ്ടിനെ 200 ഡേയ്സ് മീറ്റ് ചെയ്തില്ല. ആലോചിക്കുമ്പോൾ അതൊരു ഫണ്ണി മെമ്മറി ആയി തോന്നുന്നു. ഞാൻ ഇതിനെ റിയൽ റിലേഷൻഷിപ്പായി ഒന്നും കൂട്ടിയിട്ടില്ല. ഡേറ്റിംഗ് ഓർ നോട്ട്, എനിക്ക് രണ്ടും ഒരുപോലെയാണ് അതിൽ തോന്നിയത്. എനിക്ക് ശരിക്കും റിയൽ ലവ് എക്സ്പീരിയൻസ് ഇല്ല എന്നും ജങ്കുക്ക് അന്ന് പറഞ്ഞു. അടുത്തത് ജെഹോപ്പിന്റെ പാസ്റ്റ് ലവ് ആണ്. ജങ്കുക്കിന്റെ ഫണ്ണി ആയിരുന്നു, ബട്ട് ജെഹോപ്പിന്റെ കുറച്ച് സാഡാണ്. BTS റൂക്കി കിങ് എപ്പിസോഡിലാണ് ജെഹോപ്പ് ഈ സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞത്. ഇതും ഒരു സ്കൂൾ ലവ് സ്റ്റോറി തന്നെയാണ്. ഞാൻ ഹൈസ്കൂളിൽ വെച്ച് ഒരു തവണ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ആ ഗേൾഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്തു. കൂടാതെ ആ ഗേളിന് സ്കൂളിലെ തന്നെ മറ്റൊരു ബോയുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് ആ ഗേളുമായി ബ്രേക്കപ്പ് ചെയ്യാൻ കാരണമെന്ന് ജെഹോപ്പ് പറഞ്ഞു. ഇത് കേട്ട BTS മെമ്പേഴ്സ് ജെഹോപ്പിന് സങ്കടമാകുമെന്ന് കരുതി അതിനെക്കുറിച്ച് കൂടുതൽ നീ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇൻസിഡന്റ് ഹോബി 2 സെന്റൻസിൽ പറഞ്ഞു നിർത്തുകയായിരുന്നു. അവൾ സ്കൂളിലെ തന്നെ ഒരു ബോയിയുമായി എന്നെ ചീറ്റ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ബ്രേക്കപ്പ് ആക്കി എന്നാണ് ഹോബി പറഞ്ഞ ആ സെന്റൻസ്. എന്തായാലും ആ ഗേൾ ഇപ്പോൾ നന്നായി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാലും എന്തിനായിരിക്കും ആ ഗേള് ജെഹോപ്പിനെ ചീറ്റ് ചെയ്തത്? ഇതെല്ലാം ഡെബ്യൂട്ടിന് മുമ്പ് നടന്ന എക്സ്പീരിയൻസ് ആണല്ലോ ഹൈസ്കൂളിൽ സംഭവിച്ചത്. അന്ന് ജെഹോപ്പ് ഇത്രയും ഫേമസ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നന്നായി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. അടുത്തത് RMന്റെ പാസ്റ്റ് ലവ് സ്റ്റോറിയാണ്. 2015 RM സൗത്ത് കൊറിയൻ ടെലിവിഷൻ ഷോ ആയ പ്രോബ്ലമാറ്റിക് മാനിൽ വന്നിരുന്നു. അതിലാണ് RM തന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓപ്പൺ അപ്പ് ആയി പറഞ്ഞത്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഗേളിനെ ഡേറ്റ് ചെയ്തിരുന്നു. ഈ റിലേഷൻഷിപ്പിനെ എന്ത് വിളിക്കണമെന്നോ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്നോ എനിക്കറിയില്ല. അവൾക്ക് ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളതൊന്നും തെറ്റല്ല, ബട്ട് RMന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഗേൾ ഫ്രണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവൾ ചെയ്തു. അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് തർക്കിച്ചു. ഇതുപോലെയുള്ള കാര്യങ്ങൾ അവൾ തുടരുകയാണെങ്കിൽ അവളോടുള്ള എന്റെ പ്യുവർ ഫീലിംഗ്സിനെ ഇത് അഫക്ട് ചെയ്യുമെന്ന് കരുതി ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. ഇതൊരു ട്രയാങ്കിളും സർക്കിളും സ്ക്വയർ ആക്കാൻ ശ്രമിച്ച പോലെ ആയിരുന്നു എന്ന് RM തമാശ രൂപേണ പറഞ്ഞത്. രണ്ടുപേരും 2 മൈൻഡ് സെറ്റ് ഉള്ളവരായിരുന്നു എന്നും ഒരിക്കലും ചേരേണ്ടവരായിരുന്നില്ല എന്നും RM പറഞ്ഞു. അതുകൊണ്ടാണ് അത് എൻഡ് ചെയ്തത് എന്ന്. നെക്സ്റ്റ് വൺ ഷുഗയാണ്. ഷുഗയ്ക്ക് മിഡിൽ സ്കൂളിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഷുഗ ഇൻട്രോവേർട്ട് ആയിരുന്നതിനാൽ ഷുഗ അധികം സംസാരിക്കാറില്ലായിരുന്നു. ഇതിനെപ്പറ്റി ഷുഗ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, ബട്ട് എനിക്ക് ഫ്രണ്ട് ആയിരിക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഫീലിംഗ്സ് കൺഫസ് ചെയ്തു. അവളും യെസ് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് അപ്പോഴാണ് പ്രോബ്ലംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഇടയിൽ തുടങ്ങിയത്. ഞാൻ ഷൈ ആയതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ പറ്റിയില്ല. അതിനാൽ ഫ്രണ്ട്സ് ആയി തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആയി. ഷുഗയൊരു ലോക്കൽ റേഡിയോ ഹോസ്റ്റിനായി ഈ സ്റ്റോറി ഉൾപ്പെടുത്തിയ ലെറ്റർ എഴുതിയിരുന്നു. കൊറിയൻ ലാംഗ്വേജ് ടീച്ചർ എല്ലാരോടും എന്തെങ്കിലുമൊക്കെ പറ്റി ലെറ്റർ എഴുതി ലോക്കൽ റേഡിയോയ്ക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പാസ്റ്റ് ലവിനെ കുറിച്ച് ലെറ്റർ എഴുതാമെന്ന് കരുതിയത്. ആ ലെറ്റർ ഇങ്ങനെയായിരുന്നു: ഞാൻ നിന്നെ എന്റെ നേച്ചർ കാരണം ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ റിഗ്രറ്റ് ചെയ്യുന്നു. ആ ഗേളി ലെറ്റർ വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തതിന് സോറി, ബട്ട് ആ മെമ്മറീസ് എന്റെ ഓർമ്മയിൽ എന്നുമുണ്ട്. ആ മെമ്മറീസ് എന്റെ കൂടെ മേക്ക് ചെയ്തതിന് നന്ദി എന്നാണ് ഷുഗ ആ ലെറ്ററിൽ എഴുതിയത്. അടുത്തത് V ആണ്. വിയുടെ സ്റ്റോറി നമുക്ക് കേൾക്കാം. വിയുടെ സ്റ്റോറി കുറച്ച് ഫണ്ണിയാണ്. ഒരു ദയനീയ അവസ്ഥയിലൂടെയാണ് ആള് കടന്നുപോയത്. കാരണം ഇപ്പോഴത്തെ പോലെ വേൾഡ് മോസ്റ്റ് ഹാൻസം മാൻ ആകുന്നതിന് മുമ്പേ തന്നെ ആൾ സ്കൂളിലും ഒരു ഹാൻസം ബോയ് ആയിരുന്നു.
വി ഒരു റേഡിയോ ഷോയിൽ പറഞ്ഞത് ഒരുപാട് ഗേൾസ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. സങ്കടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതൊന്നും റെഫ്യൂസ് ചെയ്തില്ല. അതിനാൽ എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് അന്നേരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഒരു റിലേഷൻഷിപ്പും 20 ഡേയ്സ് കൂടുതൽ നിൽക്കാഞ്ഞത്. കാരണം ഞാൻ ഇതുവരെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ആയിട്ടില്ല. എനിക്ക് സ്കൂളിലെ ആരോടും ട്രൂ ഫീലിങ്സ് ശരിക്കും ഇല്ലായിരുന്നു. പക്ഷേ ഹൈസ്കൂളിൽ തന്നെ വെച്ച് ഒരാളോട് ഇഷ്ടം തോന്നിയിരുന്നു. വൺ സൈഡ് ലവ് ആയിരുന്നു. കൺഫസ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വി ഫോൺ വിളിച്ചപ്പോൾ ആ ഗേൾ ഫോൺ എടുത്തില്ല. അതോടെ ആ വൺ സൈഡ് ലവ് സ്റ്റോറിയും അന്ന് അവസാനിപ്പിച്ചു എന്ന് വി റേഡിയോ ഷോയിൽ പറഞ്ഞിരുന്നു. കൂടാതെ ട്രൂ ലവ് ഫൈൻഡ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നും വി പറഞ്ഞു. നമുക്കെന്തായാലും വിയുടെ ലവ് ലൈഫിന് ഒരു ഹാപ്പി എൻഡിങ് കിട്ടാനായി വിഷ് ചെയ്യാം. ഇതെല്ലാം ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ആണ്. എല്ലാം ഡെബറ്റിന് മുമ്പത്തെ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ളതാണ്. നമുക്കെന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ബൈ ആർമീസ്.